അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 2012 മോഡൽ വി ഓപ്ഷനിൽ വരുന്ന ഇന്നോവ കൊണ്ടാണ് സെയിലിൽ വന്നിട്ടുള്ളത്. റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വണ്ടിയാണ്. അപ്പൊ NOC നമുക്ക് പാർട്ടിന്റെ പേരിലാണെങ്കിൽ പാർട്ടിന്റെ പേരിൽ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കേരള വണ്ടി ആക്കിയിട്ടും കൊടുക്കണം. അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഏതായാലും താല്പര്യമുള്ള ആൾക്കാർ ഫുൾ ഡീറ്റെയിൽ കണ്ടിട്ട് വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾ പരമാവധി വിളിക്കാൻ ശ്രമിക്കണം. അപ്പൊ നമ്മൾ ഈ വാഹനത്തിന്റെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് തുടങ്ങാം. റൈറ്റ് സൈഡിൽ പറയുകയാണെങ്കിൽ വി ഓപ്ഷനിൽ വരുന്നുണ്ട്, അലേവിയില് കമ്പനി അലേവിയിൽ വരുന്നുണ്ട്. പിന്നെ ടയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ 90% ടയർ 4 ടയറും ഇതിൽ ഉണ്ട് കേട്ടോ. അതുപോലെ ക്വാർട്ടർ ഗ്ലാസ്, ഫ്രണ്ട് ഗ്ലാസ്, ബാക്കിലെ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഇപ്പൊ നിലവിലുള്ളത്. അതുപോലെ ഡോറും തന്നെ റീപ്ലേസ് ഒന്നും, ഡോറുകളും വലിയ റീപ്ലേസ് ഒന്നും മാറ്റിയോ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് നമ്മളൊരു ലുക്ക് തന്നെ നമുക്കറിയാം. വലിയൊരു പണിയും പാച്ച് വർക്ക് ഒന്നും എടുക്കാത്ത രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ വണ്ടി. ഈ വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡും കൂടി നോക്കാം. നമുക്ക് ലെഫ്റ്റ് സൈഡ് വരികയാണെങ്കിൽ ഗ്ലാസുകളൊന്നും തന്നെ മാറിയിട്ടില്ല കേട്ടോ. ഗ്ലാസും ഡോറും പക്കയാണ്, ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരുന്നുണ്ട്. വീഡിയോന്റെ ലെങ്ത് കൂടേണ്ട വെച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞു പോണത്. അല്ലാതെ ഒരു വലിയ റീപ്ലേസ് ഒന്നും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ വീഡിയോയിൽ അറിയാം. വലിയൊരു പുട്ടിയും കാര്യങ്ങളൊന്നും ബോഡിയും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ വീലിന്റെ കാര്യം പറഞ്ഞു, 90% വീലുണ്ട്. വീലിന്റെ അലൈവീലും ഒറിജിനൽ ഇതും അലൈവീല് വരുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഭാഗം കൂടി നോക്കാം. ഇന്റീരിയർ ഭാഗത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പുതിയ സീറ്റ് കവർ തന്നെയാണ് ഇതുമുള്ളത്. അതുപോലെ മാറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാറ്റാണ് വരുന്നത്, നമ്മൾ ചെയ്തിട്ടില്ല. അതുപോലെ ഡാഷ് ഡുവൽ കളറാണ് ഇതിന്റെ ഡാഷ് വരുന്നത്. പിന്നെ ടച്ച് സ്ക്രീൻ, ചെറിയൊരു സ്ക്രീന് ഇതിൽ വരുന്നുണ്ട്. AC ഒക്കെ ഇതിന് ഓട്ടോമാറ്റിക് ക്ലൈമാറ്റാണ് ഇതിന് വരുന്നത്. അതുപോലെ ഇന്റീരിയർ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കോസ്റ്റ്ലി സീറ്റ് കവർ തന്നെയാണ് ഇതിന്മേ നിലവിലുള്ളത്. അതുപോലെ നമ്മളെ വിൻഡോന്റെ സ്വിച്ച് ഒക്കെ വരുന്നത് ഒരു വുഡ് ആൻഡ് ഫിനിഷിങ്ങിലാണ് കമ്പനി തന്നെ അതിൽ വരുന്നത്. അതുപോലെ സൈഡ് മിറർ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റബിൾ ഒക്കെയാണ് ഈ ഓപ്ഷനിൽ കമ്പനി ഇങ്ങനെ വരുന്നത് കേട്ടോ. അതുപോലെ സ്റ്റാരിങ്, വോളിയം ബട്ടൺ, എല്ലാ സെറ്റപ്പും കമ്പനി തന്നെ അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ എയർ ബാഗ്, സ്റ്റാരിങ്ങും ഒരു എയർ ബാഗും, ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ടിലൊരു എയർ ബാഗുമാണ് ഈ ഓപ്ഷനിൽ ഇതിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഈ വാഹനത്തിന്റെ എൻജിൻ റൂമും കൂടി ഒന്ന് നോക്കാം. എൻജിൻ റൂമിൽ വരികയാണെങ്കിൽ ബോണറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ബോണറ്റും കാണാനില്ല. വലുതായിട്ട് റീപ്ലേസ് അബ്രോണ് കാര്യങ്ങളൊന്നും, വലുതായിട്ടൊരു ആക്സിഡന്റും കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ. വണ്ടിന് പുതിയ ബാറ്ററി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്റർകൂൾ ഇഞ്ചനാണ് വരുന്നത്. അതുപോലെ ഒരു പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജ് ഒക്കെ ഉള്ള ഒരു ഇഞ്ചൻ തന്നെയാണ് ഇന്റർകൂൾ ഇഞ്ചൻ. അതുപോലെ നമ്മൾ പിന്നെ ഈ വാഹനത്തിന്റെ എൻജിൻ ഓടിയിട്ടുള്ളത് 1,56,000 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. 2ാമത്തെ ഓണറിലാണ് അവിടെ. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ ഉണ്ടാവും. ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് നമ്മളുള്ളത്. അതുപോലെ ഡിക്കി അങ്ങനെ റീപ്ലേസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിലവിൽ ഇത് നമുക്ക് കാണാനില്ല. ഇവിടെയൊക്കെ ഒരു ഒറിജിനൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ പിന്നെ വലിയ പാച്ച് വർക്ക് എടുത്തിട്ട് അങ്ങനെ കൃത്യമായിട്ടൊന്നും വണ്ടിമ നിലവിൽ നമ്മൾ ഈ 2012-13 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി 2ാമത്തെ ഓണറിലാണ് ഇപ്പൊ നിലവിൽ കിടക്കുന്നത്. ഓട്ടം ഞാൻ പറഞ്ഞു 1,55,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വൃത്തിയുള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ പറഞ്ഞത് നമുക്ക് കേരളത്തിലേക്ക് ആക്കണമെങ്കിൽ കേരളത്തിലേക്ക് ആക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ ഏതൊരു RT ഓഫീസും കേരളത്തിലേക്ക് നമുക്ക് NOC ആക്കി കൊടുക്കണം.
അപ്പൊ അത് NOC ആക്കി കേരളത്തിൽ ആക്കിയിട്ടുള്ള ഒരു പ്രൈസ് പറഞ്ഞാൽ 7,50,000 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് 2012 മോഡൽ വി ഓപ്ഷൻ വരുന്ന ഇന്നോവ നമുക്ക് ഡെലിവറി ചെയ്യണ്ട, അവരെ പേരിലാക്കിയിട്ട് കൊടുക്കാം. അതേമാതിരി സിവിൽ സ്കോർ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ അവർ പകുതി മുക്കാലും നമുക്ക് ലോണും ചെയ്ത് കൊടുക്കട്ടോ. അതേമാതിരി ഇത് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂരാണ്, മലപ്പുറം ജില്ല നിലമ്പൂരാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക, ഞാൻ കോൺടാക്ട് നമ്പർ അടിയിൽ കൊടുക്കാം. അതുപോലെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യും.